ഇവിടെ CPM എന്തെങ്കിലും രീതിയിൽ ഒരു കളവ് നടത്തിയിട്ടുള്ളൂ? അല്ല, ഞാൻ ഒറ്റ ചോദ്യം ചോദിക്കട്ടെ. ഇന്ന് ഈ നിമിഷം വരെ 9 വർഷവും ഏതാണ്ട് 9 മാസവും കഴിഞ്ഞപ്പോൾ ഈ കേരളത്തിലെ ഇതുപോലെയുള്ള ഈ 2 മന്ത്രിസഭയെക്കുറിച്ചും 1 രൂപയുടെ അഴിമതി ആരോപണങ്ങൾ മിടുമിടുക്കുന്നത് നമ്മൾ വിശ്വസിക്കുന്നത് അത് ഒരു പരിധിവരെ എനിക്ക് ശരിയാണെന്ന് തോന്നുക. VD സതീശനെ പോലുള്ളവർക്ക് പോലും പുറത്തു കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ? ഞങ്ങൾ എവിടെയെങ്കിലും ഒഴിമാറിയിട്ടുണ്ടോ? അനാവശ്യമായി ഇവർ കൊണ്ടുവരുന്ന വാദമുഖങ്ങളെ ഇവർക്ക് തന്നെ നിലനിൽക്കാൻ പറ്റാത്ത രീതിയിൽ തളർന്നു പോകുന്നൊരു പ്രതിപക്ഷത്തല്ലേ കേരളം കാണുന്നത്? നിങ്ങൾ മാധ്യമങ്ങളിൽ എത്ര പേര് ഞങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്? 1-2 മാധ്യമങ്ങൾ വിഷ്വൽ മീഡിയയിൽ. ബാക്കി എല്ലാവരും റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുകയല്ലേ. CPM എങ്ങനെ വിചാരണ ചെയ്യാം, CPM എങ്ങനെ താർക്കാം, കേരളത്തിൽ ചെറിയ ദൂരത്തിൽ മാത്രമുള്ള CPM ഇന്ത്യയിൽ ഇല്ലാതാക്കാൻ നിങ്ങൾ റിസർച്ച് ചെയ്യുന്നില്ലേ? എന്നിട്ട് നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല. ഞാൻ ഇന്നലെ മലപ്പുറം ജില്ലയിൽ ഒരു പര്യടനത്തിന് പോയിരുന്നു, ചെറുതായിട്ട്, കാര്യമായ വലിയ വൻവേദിയിലൊന്നുമല്ല. എനിക്ക് അവിടെ നിന്ന് കിട്ടിയ മറുപടി എന്നതറിയാം. അവിടെ പലരുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ പറയുന്ന സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് തെറ്റാണെന്ന് തന്നെയാണ്. അവരുടെ വലിയൊരു വിഭാഗം ആ വിശ്വാസ സമൂഹത്തിനോട് ചേർന്ന് അതിൽ വിശ്വസിക്കുന്നവരില്ല. അവരും പറഞ്ഞു അത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞവർ ഞങ്ങളെപ്പോലുള്ള ഈ ചർച്ചകളിൽ വരുന്നുണ്ട്. ഞാനൊക്കെ ആദ്യം മുതലേ ആ കള്ളന്മാരെ പിടിച്ചോണ്ട് പേര് വരെ ഉപയോഗിച്ചിട്ടുണ്ട് ഞാൻ പത്മകുമാറിന്റെ. എന്തുകൊണ്ടാണ് പറഞ്ഞത്? ഇതിനെയൊന്നും ന്യായീകരിച്ച കേരളത്തിലെ ജനങ്ങൾ അംഗീകരിക്കത്തില്ല. രാഷ്ട്രീയപരമായിട്ട് നമ്മൾ ഡിഫെൻഡ് ചെയ്യും, അതിന് അവകാശമുണ്ട്, അത് ന്യായമാണ്, അതിന്റെ സത്യാവസ്ഥയാണ് ഞാൻ ഈ ചർച്ചയിലും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ CPM ഡിഫൻസിലാണ്. CPM ഇപ്പോൾ സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ ജനങ്ങളുടെ മുമ്പിൽ വിചാരണ നേരിടുവാണ്. CPM കൊള്ള നടത്തിയെന്ന് വിശ്വസിക്കുന്ന ഒരു കോൺഗ്രസ്സുകാരെ നിങ്ങൾ കാണിച്ചിരാവോ? CPM പാർട്ടി അംഗത്തുള്ള ഒരുത്തരം അതിനകത്ത് പെട്ടിട്ടുണ്ട്. അത് സത്യം. അത് ഞങ്ങൾ നോക്കിയിരിക്കുന്നു. 5 ലക്ഷത്തോളം അംഗങ്ങളുള്ള മഹാഭൂരിപക്ഷം സഹയാത്രികളുള്ള കോൺഗ്രസ് തെളിവ് സഹിതം ഹാജരാക്കാനായിരുന്നു. ഈ രമേശ് ചെന്നിത്തല പോലും ഇപ്പൊ ഇന്ന് പുകപ്ര സൃഷ്ടിച്ചില്ലേ? ആരാ സാറേ? പത്മകുമാറിന്റെ കാര്യം പറയായിരുന്നു സജ്ജല. ഞാൻ ചോദിച്ചതല്ല, കേരളത്തിൽ ആരും അങ്ങനെ വിചാരിക്കുന്നില്ല എന്നതാണ് നിങ്ങളുടെ ഒരു പോയിന്റ് അല്ലേ? അങ്ങനെ ആരും വിചാരിക്കുന്നില്ല. അപ്പൊ അതിനകത്തൊരു കൗണ്ടർ മെക്കാനിസം എടുക്കേണ്ട കാര്യമില്ല. ആളുകൾ ഇതിനകത്ത് CPM പങ്കൊന്നുമില്ല എന്നാണ് ശരിയായിട്ട് വിചാരിക്കുന്നത്. ഉദ്യോഗസ്ഥ തലത്തിലുള്ള ഏർപ്പാടാണെന്ന് മാത്രം. നിഷാദേ, ഞാൻ അതിനല്ലേ കഴിഞ്ഞ ക്വസ്റ്റിന് മറുപടി പറഞ്ഞേ. അത് ജനങ്ങൾ വിചാരണ ചെയ്യും, അത് യാതൊരു തർക്കമില്ല. ആ വിചാരണയ്ക്ക് മാത്രമേ മുതലേ ഞങ്ങൾ ഏറ്റവും കൂടുതൽ വിചാരണ നേരിടുന്ന ഒരു പാർട്ടി. അതുകൊണ്ടല്ലേ ആ വിചാരണ നടത്തിയിട്ട് ജനങ്ങൾക്ക് ബോധ്യം വന്നത് ഈ പാർട്ടി കള്ളക്കൂട്ടല്ലെന്നുള്ളവരും ജനങ്ങളുടെ വിധിയെഴുത്തിലൂടെ തെളിയില്ലേ? ഇപ്പൊ നമുക്ക് കാണാം, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടക്കുമല്ലേ, എങ്ങനെ റിസൾട്ട് വേണം നമുക്ക് കാണാം. കേന്ദ്ര സർക്കാരിന്റെ കയ്യിലുള്ള വിശ്വാസയോഗ്യമല്ലാത്ത ഒരു മിഷനിലാണ് ഇത് കുത്തിവെക്കുന്നത്. ആ സാധനത്തിന്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ പറയാം. അവിടെ